ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുക്യാറ്റ് 3-ാം ഭാഗത്തിന്റെ പ്രതിപാദ്യം നമുക്കെങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ജീവിതം ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ്. 3-ാം ഭാഗത്തിലെ 295-ാം ഖണ്ഡിക വളരെ പ്രസക്തമായ ഒരു ചോദ്യം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു. എന്താണ് മനസ്സാക്ഷി? കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1776 മുതൽ 1779 വരെയുള്ള ഖണ്ഡികകൾ എന്താണ് മനസ്സാക്ഷി എന്ന ചോദ്യത്തെ വ്യക്തമായി വിശകലനം ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും നന്മ ചെയ്യാനും സർവശക്തിയോടും കൂടെ തിന്മയെ ഉപേക്ഷിക്കുവാനും മനുഷ്യനെ ചലിപ്പിക്കുന്ന മനുഷ്യനിലെ ആന്തരിക ശബ്ദമാണ് മനസ്സാക്ഷി. അതേസമയം അതൊന്നിനെ മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയുവാനുള്ള കഴിവും കൂടിയാണ്. മനസ്സാക്ഷിയിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരമാണ് പറയുന്നത്: മനസ്സാക്ഷിക്കെതിരെ ചെയ്യപ്പെടുന്നതെന്തും പാപമാണ്. മനുഷ്യരിൽ സ്വയം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആന്തരിക ശബ്ദമായി മനസ്സാക്ഷിയെ കരുതാം. മനസ്സാക്ഷിയിൽ പ്രത്യക്ഷനാകുന്നവനാണ് ദൈവം. എനിക്കതിനെ എൻ്റെ മനസ്സാക്ഷിയോട് രമ്യതപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം എൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ അത് ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല എന്നാണ്. മനസ്സാക്ഷിയോട് വിശ്വസ്തത പുലർത്തുന്നതുകൊണ്ട് അനേകർ ജയിലിൽ പോകേണ്ടി വരികയും വധശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്തിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട ജോൺ 23-ാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു: ആളുകളുടെ മനസ്സാക്ഷിയെ ലംഘിക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ ഗൗരവാവഹമായ രീതിയിൽ ദ്രോഹിക്കുക എന്നതാണ്. അവരുടെ മഹത്വത്തിന്മേൽ അങ്ങേയറ്റം വേദനാജനകമായ ആഘാതം ഏൽപ്പിക്കുക എന്നതാണ്. ഒരർത്ഥത്തിൽ അവരെ കൊല്ലുന്നതിനേക്കാൾ മോശമാണത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ മനസ്സാക്ഷിയുടെ ശബ്ദമായി അങ്ങ് നിരന്തരം വെളിപ്പെട്ടാലും നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് ശരിയായതിനെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഞങ്ങളുടെ ദുർബല മനസ്സിൽ പാപം ചെയ്യുവാനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ മനസ്സാക്ഷിയുടെ ശബ്ദമായി അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ആന്തരികതയിൽ വെളിപ്പെടുന്ന ആ ശബ്ദത്തെ അങ്ങയുടെ സ്വരമായി തിരിച്ചറിയുവാൻ വേണ്ട അറിവ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ ആന്തരിക മനസ്സിൽ നിരന്തരം അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. അങ്ങയോടുള്ള ബന്ധത്തിൽ നിരന്തരമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.